അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പെരുമ്പാവൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ.ജെ. റിയാസ ഉദ്ഘാടനം ചെയ്തു. വരുമാനത്തിന്റെ കുറവുള്ള സാഹചര്യത്തിൽ വീണ്ടും ഇരട്ടിയിലധികമായി പ്രൊഫഷണൽ ടാക്സ് വർദ്ധിപ്പിക്കുന്ന അന്യായമായ ഒരു നടപടിക്കെതിരായിട്ടാണ് വ്യാപാരികൾ സമരരംഗത്തുള്ളത്. അതുപോലെ തന്നെ ഒരു വ്യാപാരിക്ക് അവന്റെ ലൈസൻസ് പുതുക്കി നൽകണമെങ്കിൽ അനാവശ്യമായ നിരവധി നിബന്ധനകൾ ഒരു കാരണവശാലും 50 സ്ക്വയർ ഫീറ്റിലും 100 സ്ക്വയർ ഫീറ്റിലും കച്ചവടം ചെയ്യുന്ന വ്യാപാരിക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത നിരവധി നിയമങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനാലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഇറങ്ങാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർബന്ധിതരായിട്ടുള്ളത്. തീർച്ചയായും ഈ നടപടിയിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ പിന്മാറാത്ത പക്ഷം കൂടുതൽ ശക്തമായ തുടർ സമര പരിപാടികൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഏറ്റെടുക്കും. ലൈസൻസിന്റെ മറവിൽ വ്യാപാരികളെ കൊള്ളയടിക്കുന്ന നിലപാടുകളിൽ നിന്നും നഗരസഭകൾ പിന്മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. പെരുമ്പാവൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. മാസങ്ങൾ തള്ളി നീക്കി ലാഭമൊന്നും കിട്ടാതെ കടകൾ അടച്ചു പോകുന്ന സാഹചര്യമുള്ളപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് സഹായിക്കുന്നതിന് പകരം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലൊക്കെ കാണാൻ സാധിച്ചത് വ്യാപാര മേഖലയ്ക്കും ജനങ്ങൾക്കും ഒത്തിരി സഹായങ്ങൾ നൽകുന്നതായിട്ട് തൊട്ടടുത്ത സംസാരത്തിൽ കാണാൻ സാധിച്ചത്. പക്ഷെ കേരളത്തില് വ്യാപാരികൾക്കായിട്ട് എന്താണ് നൽകാനായിട്ട് സാധിക്കുന്നത്? നമുക്കറിയാം, പ്ലാസ്റ്റിക് നിരോധനത്തിലൂടെ വലിയൊരു തുക വ്യാപാരികളെ കൂടെ കൈക്കലാക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ സാധിച്ചു. വസ്തുനികുതി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം കൂട്ടിയതായിട്ട് കാണാൻ സാധിച്ചു. ഇപ്പോൾ തൊഴിൽ നികുതി ആണെങ്കിൽ 100, 200, 300 ഇരട്ടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വ്യാപാരികൾക്ക് പലരും നന്നായൊക്കെ പഠിച്ച് മറ്റു പല ജോലികൾ പോകാതെ വ്യാപാര മേഖലയ്ക്ക് സ്വന്തം പണം മുടക്കി മുന്നോട്ട് ഇറങ്ങി വ്യാപാരം നടത്തുന്ന ഈ അവസ്ഥയില് ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒത്തിരി ജനങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും ഗവൺമെന്റ് എന്തുകൊണ്ട് വ്യാപാരികളെ സഹായിക്കുന്നു? ജനറൽ സെക്രട്ടറി വി.പി. നൌഷാദ് ആമുഖ പ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ്, യൂത്ത് വിംഗ് ജില്ലാ ട്രഷറർ അജ്മൽ കമ്പായി, ട്രഷറർ എസ്. ജയചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. B&B ഫാഷൻസ് ആൻഡ് ഫുഡ്വെയർസ്, സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ്, ഐമുറിക്കവല.